നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച മാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായ CMRLനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും ഇന്ന് അതീവ നിർണായകം. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന കടുത്ത അന്വേഷണ നടപടികളും തുടർ റെയ്ഡുകളും അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിശദമായി പരിഗണിക്കും. CMRL അധികൃതരാണ് ED അന്വേഷണത്തിനെതിരെയും തങ്ങൾക്കെതിരെയുള്ള കടുത്ത നീക്കങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനി ഓഫീസുകളിലും ബന്ധപ്പെട്ടവരുടെ വീടുകളിലും നടത്തിയ അതിശക്തമായ റെയ്ഡിലൂടെ കണ്ടെത്തിയ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിച്ച് CMRLന്റെ വാദങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാനാണ് കേന്ദ്ര ഏജൻസിയായ EDയുടെ നീക്കം. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണമൊക്കെ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താനും ഇന്ന് ED ശ്രമിക്കും. ഇന്ന് അതീവ നിർണായകമാണ്. അഥവാ ഈ ഹർജി കോടതി തള്ളുകയാണെങ്കിൽ ഏറ്റവും തൊട്ടടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ വീണ വിജയനെ നേരിട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് ED കടക്കും. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോകാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ട്. ED ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിൽ ഇപ്പോഴും പലരും ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് MLനെയാണ് അഞ്ചുതെങ്ങിലെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ 26 ആയിരിക്കുകയാണ്. ED റെയ്ഡിനെ കുറിച്ച് പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്ന ആഭ്യന്തരമന്ത്രി വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. നിയമം ആര് കയ്യിലെടുത്താലും കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധാരണയായി ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ പോലീസ് വിവരം ലഭിക്കാറുണ്ടെന്നും എന്നാൽ ഇവിടെ പോലീസിനെ മറികടന്നാണ് നീക്കങ്ങൾ നടന്നതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പ്രതികൾ പാർട്ടി ഓഫീസിൽ ഒളിച്ചാലും പോലീസിന് അവിടെ കയറി പിടികൂടാൻ സാധിക്കുമെങ്കിലും ജനാധിപത്യ രീതിയിൽ അത്തരം നടപടികൾ ശരിയല്ലെന്ന നിലപാടിലാണ് അദ്ദേഹം പങ്കുവച്ചത്. നിയമം കയ്യിലെടുക്കാനും അക്രമങ്ങൾ സംഘടിപ്പിക്കാനും ആരെങ്കിലും മുതിർന്നാൽ അതിശക്തമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് കോടതി കേസ് പരിഗണിക്കുന്നതിനിടയിൽ ഇപ്പോൾ വീണയ്ക്കെതിരെ വീണ്ടും ചില ഗുരുതരമായിട്ടുള്ള തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CMRLൽ നിന്ന് പ്രതിഫലമായി ലഭിച്ച 2,78,00,000 രൂപയിൽ 45 ലക്ഷം രൂപ ശശീന്ദ്രൻ കർത്തിയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയിരുന്നതിന് തെളിവായി എക്സാലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ പുറത്തുവന്നു. CMRLൽ നിന്ന് ഓരോ തവണയും എക്സാലോജിക്കിന്റെ അതായത് വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെയുള്ള ഇടവേളകളിൽ ഈ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയിരുന്നതായിട്ടാണ് SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ട് വ്യക്തമാക്കുന്നത്. വീണയ്ക്ക് 2 തവണയായി ശശീന്ദ്രൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയായ CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖ. കർത്തായുടെ കടം വീട്ടിയതിന് പുറമെ 2,33,00,000 രൂപ വീണയുടെയും എക്സാലോജിക്കിന്റെയും കയ്യിലെത്തി. 2019 ഫെബ്രുവരി വരെ എക്സാലോജിക്കിനും 2020 വരെ വീണയ്ക്കും CMRL പ്രതിഫലം നൽകിയിരുന്നു. എന്നാൽ 2020-21 വർഷം കമ്പനി നഷ്ടത്തിലായി. പിന്നാലെ അടച്ചുപൂട്ടി. CMRLൽ നിന്ന് ലഭിച്ച 2,33,00,000 രൂപ വീണ കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ എവിടെ പോയി എന്നതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട്. വീണയ്ക്ക് 5 ലക്ഷം രൂപയും വീണ മാത്രം ഉടമസ്ഥയായ എക്സാലോജി കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു ഓരോ മാസവും CMRL നൽകിയിരുന്ന പ്രതിഫലം. എക്സാലോജിക്കുമായി CMRL കരാറിലെത്തിയത് 2017 തുടക്കത്തിലാണ്. ആ വർഷം മെയ് മുതൽ 2019 ജാനുവരി വരെ CMRL നിന്ന് ലഭിച്ച പ്രതിഫലമാണ് എക്സാലോജിക്ക് നേരെ എംപവർ ഇന്ത്യയിലേക്ക് കൈമാറിയത്. മെയ് 4 അക്കൗണ്ടിൽ ആദ്യ പ്രതിഫലമായി എത്തിയ 3 ലക്ഷം രൂപ മെയ് 9 തന്നെ മാറ്റി. ഇങ്ങനെ ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ തുക കൈമാറിക്കൊണ്ടിരുന്നു എന്ന് ചാർട്ട് വ്യക്തമാക്കുന്നുണ്ട്. CMRLൽ ആദായ നികുതി റെയ്ഡ് നടന്ന 2019 ജാനുവരി വരെ തുക കൃത്യമായി എക്സാലോജിക്കിന് നൽകി. അപ്പോഴേക്കും 45 ലക്ഷം രൂപ എംപവർ ഇന്ത്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. CMRLുമായി കരാർ വയ്ക്കുന്നതിന് മുമ്പ് 2016 നവംബറിൽ എക്സാലോജിക്ക് 4 ലക്ഷം രൂപ തിരിച്ചടച്ചതുകൂടി ചേർത്താൽ 49 ലക്ഷം രൂപ എക്സാലോജിക്കിൽ നിന്ന് എംപവറിന് തിരിച്ചടവ് ലഭിച്ചു. 12% പലിശയ്ക്കാണ് 50 ലക്ഷം എക്സാലോജിക്ക് വായ്പ നൽകിയിരുന്നത്.
റെയ്ഡ് നടന്നില്ലായിരുന്നുവെങ്കിൽ പലിശ കൂടി CMRLന്റെ ചെലവിൽ എക്സാലോജിക്കിൽ നിന്ന് ഈടാക്കാൻ കർത്തയുടെ എംപവർ കമ്പനിക്ക് കഴിയുമായിരുന്നു. മാസപ്പടി കേസിൽ ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് CMRL ഏതായാലും ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ചില ഇടപാടുകൾ നടത്തിയതിന്റെ രേഖകൾ കൂടി പുറത്തു വരുന്നത്. ഇതും കൂടി ED കോടതിയെ ബോധിപ്പിക്കും. ഓരോ ദിവസം കഴിയും തോറും നടത്തിയിട്ടുള്ള പണമിടപാടുകളുടെ കഴിഞ്ഞ ദിവസം അറിയാം വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ടുകളിലടക്കം ഈ പണം എത്തിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ പല തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതായത് പണം ഒരു അക്കൗണ്ടിലോട്ട് എത്തുന്നു, വീണ്ടും അവിടെ നിന്ന് കുറച്ച് സമയങ്ങളുടെ ഇടവേളയിൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നു തുടങ്ങിയിട്ടുള്ള ക്രയവിക്രയങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളും EDയുടെ കയ്യിലുണ്ട്. ഏതായാലും ഇന്ന് നിർണായകമാണ്. ഇന്ന് കോടതി ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതി എടുക്കാൻ പോകുന്ന തീരുമാനം? റെയ്ഡിലൂടെ കിട്ടിയ തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിച്ച് CMRLന്റെ വാദങ്ങളെ പ്രതിരോധിക്കാൻ തന്നെയാണ് EDയുടെ നീക്കം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഇന്ന് നടക്കുന്ന വാദങ്ങളാകും മാസപ്പടി കേസിന്റെ ഭാവി നിർണ്ണയിക്കുക. മുദ്രവെച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ED കോടതിയെ അറിയിക്കും. പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തും. മുതിർന്ന അഭിഭാഷകരെ ഇറക്കി അനുകൂല ഉത്തരവ് നേടാനാണ് CMRL ശ്രമം. കേസിൽ ഹൈക്കോടതിക്ക് മുന്നിലെത്തും. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെ ബെഞ്ചാണ് പരിഗണിക്കുക. തെളിവുകളൊന്നുമില്ലാതെ ED കേസിൽ മുന്നോട്ട് പോവുകയാണെന്നായിരുന്നു CMRLന്റെ പ്രധാന വാദം. എന്നാൽ ശക്തമായ തെളിവുണ്ടെന്നും വീണയടക്കമുള്ളവർ കേസിൽ എങ്ങനെയാണ് ഇടപെട്ടതെന്നും ED വാദിക്കും. റെയ്ഡ് അടക്കം ED ശക്തമായി ചൂണ്ടിക്കാട്ടും. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരിക്കും EDക്ക് വേണ്ടി ഹാജരാകുക. ഡയറക്ടറേറ്റുമായി തീരുമാനിച്ചാണ് കേസിന്റെ മുന്നോട്ട് പോക്ക് ED തീരുമാനിച്ചത്. റെയ്ഡിനിടെയുണ്ടായ അനിഷ്ട സംഭവവും കോടതിയെ ധരിപ്പിക്കും. അഴിമതി പുറത്തു വരുമെന്ന ഭയത്തിലാണ് അന്വേഷണം തടസ്സപ്പെടുത്തുകയും വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തത്. നിയമം കയ്യിലെടുക്കാനും അന്വേഷണ ഏജൻസികളെ ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഒരു ജനാധിപത്യ സമൂഹത്തിനും അംഗീകരിക്കാനാവില്ല. കുറ്റക്കാർക്കെതിരെ കോടതി സ്വമേധയാ ശക്തമായ നടപടി സ്വീകരിച്ച് രാജ്യത്തിന് വ്യക്തമായ സന്ദേശം നൽകേണ്ട സമയമാണിത്.